അപ്പോൾ നിർബന്ധമായിട്ടും വണ്ടിയിൽ കൂളൻ്റ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലേവർക്കും സ്വാഗതം. നമ്മളിന്ന് മെക്കാനിക്കൽ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് വെച്ചാൽ വണ്ടിയുടെ ഓവർ ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. നമുക്കിന്ന് ഒരു ഡിസയർ വന്നിട്ടുണ്ടായിരുന്നു, ഓവർ ഹീറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തെർമോസ്റ്റാറ്റിക് കേസിൻ്റെ ഇഷ്യൂ. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് കണക്കിന് സ്കോർപ്പിയോയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അത് രണ്ടും വ്യത്യസ്തമായ രണ്ട് പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസയറിൻ്റെ റേഡിയേറ്റർ നമ്മൾ സർവീസിനായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിപ്പം വണ്ടി ഓട്ടത്തിൽ ഓവർ ഹീറ്റായി എവിടെ കൊണ്ട് ചെന്ന് ചെക്ക് ചെയ്തപ്പോൾ, അതായത് വഴിയിൽ വെച്ചിട്ട് കംപ്ലയിൻ്റ് ആയിരുന്നു. അപ്പോൾ ഒരു മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചപ്പോഴത്തേക്ക് ഇതിൽ റേഡിയേറ്റർ ബ്ലോക്ക് ഉള്ളതായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ റേഡിയേറ്റർ സർവീസ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്വിഫ്റ്റ് പോലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് ഡീസൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ മെയിൻ സർവീസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ, അതായത് 1:30 വണ്ടിയുടെ ടൈമിംഗ് ചെയിനും മറ്റൊക്കെ മാറാനായിട്ട് സർവീസ് ചെയ്യുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് വാൽവും കാര്യങ്ങളും മാറ്റണം. ഇല്ലെങ്കിൽ എന്താ പണി കിട്ടും എന്നുള്ളത് നിങ്ങൾക്കറിയാമോ? ഇപ്പോൾ തെർമോസ്റ്റാറ്റ് വാൽവ് വെച്ചേക്കുന്നത് വെച്ചാൽ കൂളൻറ്റിന്, അതായത് വണ്ടിയിൽ നമ്മളെ എഞ്ചിനിൽ ഉപയോഗിക്കുന്ന കൂളൻറ്റിനെ കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ വർക്കിംഗ് ടെമ്പറേച്ചറിലേക്ക് എത്തിക്കാനും ആ ഒരു ടെമ്പറേച്ചർ നിലനിർത്താനും, അതായത് കൂടാനും കുറയാതിരിക്കാനും വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഈ പറഞ്ഞ തെർമോസ്റ്റാറ്റ് വാൽവ് എന്ന് പറഞ്ഞാൽ. ഉള്ളിൽ കാണുന്ന ആ ഒരു സ്റ്റീൽ കണക്കുന്ന സാധനം കണ്ടോ, അതാണ് ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് വാൽവ് എന്ന് പറഞ്ഞാൽ. ഇപ്പം ഇതാണ് തെർമോസ്റ്റാറ്റ് കേസ്, അതായത് തെർമോസ്റ്റാറ്റ് വാൽവ് വരുന്ന കേസ്. അപ്പോൾ ഇതിൽ തെർമോസ്റ്റാറ്റ് സ്വിച്ച് വരുന്നുണ്ട്, അതങ്ങനെ തെർമോസ്റ്റാറ്റ് വാൽവ് വരുന്നുണ്ട്, 2 ബൈപ്പാസ് ഹോസ് വരുന്നുണ്ട്, ഒരു മെയിൻ പൈപ്പ് വരുന്നുണ്ട്. ചില ആൾക്കാർ വണ്ടിയിൽ നിന്ന് തെർമോസ്റ്റാറ്റ് വാൽവൊക്കെ എടുത്ത് മാറ്റാറുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഫോഴ്സിന്, അതായത് ഈ ഒരു കൂളൻ്റ് ഒഴുകുന്നതിൻ്റെ ഫോഴ്സിന് വ്യത്യാസം വരും. അത് കൃത്യമായിട്ട് തണുക്കാതെ വരാൻ, ഇപ്പോൾ ലോങ് ഒക്കെ പോകുമ്പോഴത്തേക്ക്, ഇപ്പോൾ നിർത്താതേക്ക് ഒരു 200-300 കിലോമീറ്ററൊക്കെ പോകുമ്പോഴത്തേക്ക് ഹീറ്റ് ഇൻറ്റേർണലി വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തെർമോസ്റ്റാറ്റ് വാൽവ് ഒരു കാരണവശാലും എടുത്ത് മാറ്റരുത്. കാരണം എന്ന് വെച്ചാൽ തെർമോസ്റ്റാറ്റ് വാൽവ് നമ്മളെ വാഹനത്തിൻ്റെ ടെമ്പറേച്ചറിന്, അതായത് എൻജിൻ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യുന്നതിൽ ഈ ടൈപ്പ് കേസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് പഴകും തോറും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതായത് ഇത് മൊത്തം പ്ലാസ്റ്റിക്കാണ്. അതാണ്, ഇത് മൊത്തം പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോഡിയാണ്. ഇതിപ്പോൾ ചൂടായും തണുത്തും വരുമ്പോഴത്തേക്ക് ഈ ഒരു ബോഡിയൊക്കെ വീക്കാവും. വീക്കായതിനു ശേഷം ഇതൊക്കെ പയ്യെ ഇരുന്നിരുന്നിരുന്നിരുതാ ഈ ഒരു ഭാഗമൊക്കെ പൊട്ടിപ്പോറുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ ഉണ്ടാകും, ഇതൊക്കെ ദ്രവിച്ച് പൊട്ടിപ്പോറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ പിടിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ചിലപ്പം വേറെ എന്തെങ്കിലും ആവശ്യം, ഇപ്പം ക്ലച്ചൊക്കെ ഇളക്കാനായിട്ടൊക്കെ ഗിയർ ബോക്സ് ഊരുന്ന സമയത്തൊക്കെ, അനക്കം തട്ടുന്ന സമയത്തൊക്കെ ഇതൊക്കെ പൊട്ടിപ്പോറുണ്ട്. അതായത് ഈ ഒരു പൈപ്പ് കണക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ കണ്ടോ, ഈ ഭാഗങ്ങളൊക്കെ പൊടിഞ്ഞു പോകാറുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത് കൂളൻ ലീക്കും കാര്യങ്ങളും വരും. ചില വണ്ടികളൊക്കെ വെള്ളമില്ലാതെ കിടന്ന് ഓടി, അല്ലെങ്കിൽ കൂളനില്ലാതെ കിടന്ന് ഓടി ആകെ പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട്. ഇത് ഓവർ ഹീറ്റ് ആയിരുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ വണ്ടി ഓട്ടത്തിൽ ഗേജ് ഫുള്ള് കാണിച്ചിട്ട് വെള്ളം തിളയ്ക്കുന്ന കണക്ക് ശബ്ദവും കാര്യങ്ങളും വന്നിട്ട് വണ്ടി ഹീറ്റ് കാണിക്കും. പിന്നെ ഫുൾ ടൈം ഫാൻ നല്ല രീതിയിൽ ഫുൾ ടൈം വർക്ക് ആയിക്കൊണ്ടേയിരിക്കും. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രശ്നം വന്നിരിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് വാൽവ് വരുന്നൊരു ഭാഗത്തായിട്ട്, ഈ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് നിങ്ങൾക്കിത് എത്രത്തോളം കാണാൻ പറ്റും എന്നുള്ളത് അറിയാൻ വയ്യ. തെർമോസ്റ്റാറ്റ് വാൽവ് വരുന്ന ഭാഗത്തായിട്ട് ഈ ഒരു ഭാഗം, ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗം പൊട്ടിയിരിക്കുന്നുണ്ടോ, അത് കണക്ക് പൊട്ടിയിട്ട് അതിൻ്റെ ഒരു സ്റ്റഡ് കണക്ക് തെളിയിക്കുന്നുണ്ടോ, ആ ഒരു ഭാഗം ഫ്രീ ആയി പോകുമ്പോഴത്തേക്ക് ഇത് ഫുൾ ടൈം, അതായത് ഇതിൻ്റെ തെർമോസ്റ്റാറ്റ് വാൽവ് വർക്കായിക്കൊണ്ടിരിക്കും. ആ ഒരു ഭാഗത്തൊരു സ്റ്റോപ്പർ കണക്ക് വരുന്ന ആ ഒരു ഭാഗം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ തെർമോസ്റ്റാറ്റ് വാൽവ് ഓപ്പണായി കൊടുക്കത്തില്ല. ഓപ്പണായി കൊടുക്കാതെ വരുമ്പോഴത്തേക്ക് കൂളൻ്റ് കൃത്യമായിട്ട് റേഡിയേറ്ററിലൂടെ വന്ന് സർക്കുലേഷൻ ചെയ്യത്തില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ കൂളൻ്റ് കൃത്യമായിട്ട് തണുക്കാതെ വണ്ടി ഹീറ്റായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കണക്ക് തെർമോസ്റ്റാറ്റിൻ്റെ ആ ഒരു ഉള്ളിൽ കാണുന്ന ഭാഗം ഡാമേജ് ആയി പോയതാണ്. അപ്പോൾ ഇത് സർവ്വസാധാരണയായിട്ട് ഇത്തരം വാഹനങ്ങളിൽ, DDSലൊക്കെ കണ്ടുവരുന്നൊരു കേസിട്ടാണ്. ഞാനിപ്പോൾ കാണിച്ച സംഭവം പഴക്കം കൊണ്ടും സംഭവിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ തെർമോസ്റ്റാറ്റ് വാൽവ് ഒരു പരിധിക്കുള്ളിൽ ഓപ്പൺ ആവാൻ ശ്രമിക്കുകയാണെങ്കിലും സംഭവിക്കും. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രെങ്ത്നെസ് നഷ്ടപ്പെട്ട് പൊട്ടിപ്പോവുക, അടന്നു പോവുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങളുടെ വാഹനങ്ങളിൽ ഞാൻ പറഞ്ഞ കണക്ക് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഉള്ളത് വെച്ചാൽ നമ്മുടെ ഒരു സ്കോർപ്പിയോ ആണ്. സ്കോർപ്പിയോ മാത്രമല്ല, ഇനിയും 2 വാഹനങ്ങളും കൂടെ കിടപ്പുണ്ട് ഓവർ ഹീറ്റായിട്ട്. അപ്പം സ്കോർപ്പിയോയുടെ പ്രശ്നം എന്ന് വെച്ചാൽ 100% പഴക്കം കൊണ്ടും അത് കണക്ക് തന്നെ കൂളൻ്റ് സംവിധാനത്തിനെ കൃത്യമായിട്ട് പരിചരിക്കാത്തത് കൊണ്ടും മാത്രം സംഭവിച്ച പ്രശ്നമാണ്. ആദ്യമേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആ ഒരു സ്കോർപ്പിയോയിൽ കൂളൻ്റ് ലീക്കായിരുന്നു. കൂളൻ്റ് എന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിൽ വെള്ളമായിരുന്നു കിടന്നത്. കൂളൻ്റ് ലീക്കാവാൻ ഉണ്ടാക്കിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ഹോളാണ്. ഇതിലെയാണ് ലീക്കായിക്കൊണ്ടിരുന്നത്. ഈ ഒരു പൈപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഇത് നല്ല രീതിയിൽ ദ്രവിച്ച് ഒരു പരുവായിട്ടിരിക്കുകയാണ്. കൃത്യമായിട്ട് കൂളൻ്റും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ വെറും വെള്ളം മാത്രം യൂസ് ചെയ്തുകൊണ്ടിരുന്നുകൊണ്ട് മാത്രം വന്ന ഒരു പ്രശ്നമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇളക്കി വെച്ചേക്കുന്നത് വെച്ചാൽ ഈ ഒരു ഓസ് വരുന്ന ഏത് ഭാഗത്ത് വെച്ചാൽ നമ്മളെ വണ്ടിയുടെ വാട്ടർ പമ്പിൽ നിന്ന് ഓയിൽ കൂളറിലോട്ട് പോകുന്ന ഓസുകളാണ്. ഈ ഒരു ഓസ്, കുഞ്ഞൊരു ഓസ്, അത് കണക്കിന് അടുത്തതാ ഈ ഒരു കൊച്ചു റോസ്. ഇത് രണ്ടും നല്ല രീതിയിൽ ഹാർഡായിപ്പോയി. അപ്പം മാറാം എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ്. അതുപോലെ തന്നെ ഇത് റേഡിയേറ്ററിൻ്റെ അപ്പർ ടാങ്കിൽ നിന്ന് വരുന്ന മെയിൻ ഹോസാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാണെങ്കിൽ ഇവിടെ എല്ലാം കണ്ടോ ഡാമേജ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കിയേ,
തുരുമ്പ്. ഇതിൻ്റെ ഉള്ളിലുള്ള തുരുമ്പാണ്, കണ്ടോ. ഇത് കൃത്യമായിട്ട് നമ്മളിപ്പം ഉപയോഗിക്കുമ്പോഴത്തേക്ക് മാക്സിമം നല്ല കൂളൻറ്റുകൾ, ഇപ്പം ഏറ്റവും കുറഞ്ഞ ലോക്കൽ കൂളൻ്റ് ഒന്നുമില്ല, അത്യാവശ്യം നല്ല ബ്രാൻഡുകളോ അല്ലെങ്കിൽ അത്യാവശ്യത്തിന് വിലയുള്ള കൂളൻ്റുകളോ സ്ഥിരമായിട്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതുപോലെ നമ്മളുടെ വണ്ടിയിൽ വരുന്ന മെറ്റൽ ഭാഗങ്ങളും അത് കണക്ക് സിലിണ്ടറിൻ്റെ അകമൊക്കെ ഡാമേജ് ആകും എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇത്തരം മെറ്റൽ ഭാഗങ്ങളൊക്കെ ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് കൂളൻ്റ് മാക്സിമം ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇപ്പം പച്ചവെള്ളം ഉപയോഗിച്ചാലും, ഇപ്പം നിങ്ങൾ സാധാ വാട്ടർ ഉപയോഗിച്ചാലും നിങ്ങൾക്ക് വണ്ടി ഓവർ ഹീറ്റോ പ്രശ്നങ്ങളോ ഒന്നും കാണിക്കാതെ കിടന്നോടും. അതെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൻ്റെ കാലാവസ്ഥയുടെ രീതി വെച്ചിട്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഐസാവുന്നതോ ഭയങ്കരമായിട്ട് ചൂടാവുന്നതോ അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരത്തില്ല. പക്ഷേ ഇത്തരത്തിൽ തുരുമ്പിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളിലുണ്ടാവാനും പെട്ടെന്ന് റേഡിയേറ്റർ ബ്ലോക്ക് ആവാനും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിനിൽ ഉണ്ടാക്കും. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഞാൻ ഈ സ്കോർപ്പിയോടെ കാണിച്ചു തന്ന സാധനങ്ങൾ. പല കാരണവശാൽ എൻജിൻ പണികളുണ്ടാവും, പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ എൻജിൻ പണികളും അത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഹെഡിൻ്റെ വർക്കുകളൊക്കെ കൂടുതലും വരുന്നത് ഓവർ ഹീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്. അപ്പം ഓവർ ഹീറ്റായിട്ട് ശ്രദ്ധിക്കായിട്ട് ഓടുക, ഓവർ ഹീറ്റ് ആവാനുള്ള സാഹചര്യം വാഹനത്തിൽ ഉണ്ടാക്കി കൊടുക്കുക, അത് പലപ്പോഴും നമ്മളുടേതായ ശ്രദ്ധക്കുറവുകൊണ്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മൾ MGPയുടെ പുതിയ ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 1670 രൂപ. അപ്പോൾ എന്താണ്ടേ, ഇതാണ് നമ്മളെ വണ്ടിയിൽ വരുന്ന പുതിയ ഐറ്റം എന്ന് പറഞ്ഞാൽ. ഇതാ ഇതിൻ്റെ ഉൾഭാഗത്തോട്ട് നോക്കിയാൽ, ഇതാ ഇതിൻ്റെ അകത്തോട്ട് നോക്കിയാൽ സ്റ്റോപ്പറും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നിർബന്ധമായിട്ടും വണ്ടിയിൽ കൂളൻ്റ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ DDS എഞ്ചിനുകളിൽ വരുന്ന തെർമോസ്റ്റാറ്റ് കേസ് കൃത്യമായിട്ട് നിങ്ങൾ ആ ഒരു 1,00,000 സർവീസോ അല്ലെങ്കിൽ ടൈമിംഗ് ചെയ്ത് മാറുമ്പോഴോ അല്ലെങ്കിൽ 80,000 കിലോമീറ്റർ സർവീസിലൊക്കെ മാറാൻ ശ്രദ്ധിക്കുക. കംപ്ലൈൻ്റ് ആകുന്നത് വരെ കാത്തിരിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.